പുണ്യമാസം വന്നണഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധ റമദാൻ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ റമദാന്റെ ആരാധനകളും ഖുർആൻ പാരായണവും മറ്റ് എല്ലാവിധ സൽക്രമങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തലവേദനയായി മാറിയിട്ടുള്ള എച്ചിക്കൂട്ടം സർവ സന്നാഹങ്ങളോടും കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. പണ്ട് കാലങ്ങളിൽ ഈ കഥാപ്രസംഗം ഒക്കെ വളരെ സജീവമായിരുന്ന കാലത്ത് നാട്ടിലെ അമ്പലങ്ങളിൽ ഉത്സവങ്ങളൊക്കെ ആകുമ്പോൾ മിക്കവാറും എല്ലാ കാഥികന്മാരും പുതിയ കഥകളുമായി രംഗത്ത് വരാറുണ്ട്. കാരണം ഓരോ വർഷവും പുതിയ കഥ ഇറക്കിയെങ്കിൽ മാത്രമേ അവർക്ക് കൂടുതൽ ബുക്കിംഗ് കിട്ടുള്ളൂ, വരുമാനം കിട്ടുള്ളൂ. ഒട്ടുമുക്ക കലാകാരന്മാരുടെയും ഉപജീവനമാണത്. ഈ പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഈ എച്ചിൽ മുസ്ലിങ്ങളുടെ ഇപ്പോൾ കാണുന്ന പരിപാടി. അതായത് റമദാൻ പ്രമാണിച്ച് സ്പെഷ്യൽ ഇസ്ലാമിക അറ്റാക്കുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് പുതിയ പുതിയ വീഡിയോകൾ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിനൊക്കെ പറയേണ്ട മറുപടി? മനുഷ്യന് അത്യാവശ്യം വേണ്ടത് ലജ്ജയും ഉളുപ്പും ഒക്കെയാണ്. അതില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തിനും മനുഷ്യൻ തയ്യാറാകുന്ന ഒരു സ്ഥിതി വരും. ഇവരുടെ ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പ്രവർത്തികൾക്കെതിരെ ഇസ്ലാമിക വിശ്വാസികളിൽ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ ശക്തമായി പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരായ ഷഫീന, അതുപോലെ മൻഹാൾ എന്ന് പറഞ്ഞൊരു സഹോദരി, അനിൽ മുഹമ്മദ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സജീവമായി ഈ കൂട്ടരെ കണക്കറ്റ് എതിർത്തുകൊണ്ട് രംഗത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ ഈ ആരിഫ് ഹുസൈൻ അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഒരു പാട്ടുമൊക്കെയായിരുന്നു. ഒരു തുർക്കി തൊപ്പിയൊക്കെ ധരിച്ച്, ഒരു ജുബയൊക്കെ അണിഞ്ഞ്, ആ ജുബയ്ക്ക് മുകളിലൂടെ ഒരു ഫലസ്തീനി ഷാളും ഒക്കെ ധരിച്ച് ആ പാട്ടില് ചുണ്ടനക്കിക്കൊണ്ട്, ആരോ ഗായകരാണ് അത് പാടിയിരിക്കുന്നത്, രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്ലാമിനെ തെറി പറഞ്ഞുകൊണ്ട്, റമദാനിനെ അങ്ങേയറ്റം അവഹേളിച്ചുകൊണ്ട്, റമദാനിൽ ഈ വിശ്വാസികൾ വാരി വലിച്ചു തിന്നുന്ന ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് പത്തിരിയും അതുപോലെ തന്നെ മറ്റു ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ ആർത്തിയോടുകൂടി ഭക്ഷിക്കുന്ന ഒരു വേഷമൊക്കെ കെട്ടിക്കൊണ്ട് ഒരു കോപ്രായവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു സമുദായത്തിന്റെ വിശ്വാസത്തെ, അല്ലെ ഒരു സമുദായം ഒരു വർഷത്തിൽ അവർ ഏറ്റവും പുണ്യമായി കാണുന്ന ഒരു പുണ്യമാസത്തെ അവഹേളിക്കുവാൻ വേണ്ടി ആണ് ഈ വൃത്തികെട്ടവൻ ഈ വേഷം കെട്ടുന്നത്. കാണ്ടാമൃഗത്തിന്റെ തൊലിയാണ് ഇയാൾക്കുള്ളത്. എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും ഒരു ഉളിപ്പുമില്ല. ഏത് തരത്തിലും ഈ സമുദായത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് പണമുണ്ടാക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ് അയാൾക്കുള്ളത്. ഇപ്പൊ അത് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിങ്ങളെ മുഴുവൻ ബോധവൽക്കരിച്ച് ഏകദേശം എല്ലാവരും തന്നെ ഇപ്പൊ എക്സ് മുസ്ലിം ആയി കഴിഞ്ഞു. ഇനിയിപ്പോ വിശ്വാസികളൊന്നും അതിന് മാത്രം ഇല്ല. അത് കഴിഞ്ഞപ്പോൾ അങ്ങ് ഇസ്രായേലിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ ഇസ്രായേലിലാണ്.
ഇസ്രായേൽ ചെന്ന് യഹൂദികൾക്ക് പക്ഷം പിടിക്കാൻ വേണ്ടി, അതായത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ എണ്ണം എല്ലാം എക്സ് മുസ്ലിമിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ഫലസ്തീനികളെ, അതുപോലെ തന്നെ ഫലസ്തീനിലെ മറ്റ് അവിടെ കൊല്ലപ്പെടുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ വളരെ മോശമായ രീതിയിൽ നിന്ദിച്ചുകൊണ്ട് അതിനെല്ലാം കാരണം ഫലസ്തീനിലെ മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയൊക്കെ ആയിട്ടാണ് ഇയാൾ ഇസ്രായേലിൽ കഴിയുന്നത്. അവിടെ എന്തൊക്കെയോ അടിച്ച് കിറിഞ്ചിയിരിക്കുന്ന കുറെ എക്സ് മുസ്ലിംസിനെയൊക്കെ ഒരു സൂമിൽ അണിനിരത്തിക്കൊണ്ട്, അവരൊക്കെ ഇവിടെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് ഒരു ചർച്ച നയിക്കുന്നതൊക്കെ ഒരു വീഡിയോ കാണാനിടയായി. ഇപ്പോൾ പാലസ്തീനികൾക്കെതിരെ ഇസ്രായേലികളെ, യഹൂദികളെ ശക്തിപ്പെടുത്താനുള്ള ഒരു പരിശ്രമവുമായിട്ടാണ് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുത്ത് അങ്ങോട്ട് പോയേക്കുന്നത്. അതാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന മഹാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഇദ്ദേഹം ഈ ഇസ്ലാമിന്റെ തെറി പറയുവാനും ഇസ്ലാമിനെ അപഹസിക്കുവാനും ഇസ്ലാമിനെ അങ്ങേയറ്റം ജനങ്ങളുടെ ഇടയിൽ മോശപ്പെടുത്തുവാനുമുള്ള ഒരു ദൗത്യം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല. പലരും പറയാറുണ്ട്, മുറുകെ കൊട്ടുന്നത് നിൽക്കാനാണോ? നമ്മൾ അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് പറയാൻ നമ്മളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. അയാൾ പോകുന്നിടത്തോളം പോകട്ടെ എന്നല്ലാതെ നമ്മൾ എന്തു പറയാനാണ്? നമ്മുടെ ബഹുമാന്യരായ പല ആളുകളും പറയാറുണ്ട്, ഇതിനെയൊക്കെ അവഗണിച്ച് കളയുക, ഇതിനെ ഒന്നും എന്റർടൈൻ ചെയ്യാൻ നിൽക്കരുത്, ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കരുത് എന്ന് പലരും പറയാറുണ്ട്. പക്ഷെ ആ പറച്ചില് ശരിയായ ഒരു കാര്യമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ മുന്നിൽ മറ്റുള്ള ആളുകൾ നിശബ്ദരായി ഇരുന്നു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കും ഇവർ ചെയ്യുന്നതെല്ലാം ലോകം അങ്ങ് അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് പുതിയ പുതിയ കഥകളുമായി പുതിയ പുതിയ കഥാപ്രസംഗവുമായി രംഗത്ത് വന്ന് കളയാം എന്ന് ഈ കാഥികന്മാർ അല്ലെങ്കിൽ ഈ കാഥികമാർ ചിന്തിക്കും എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഇതിനെതിരെ പ്രതികരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മറ്റൊരു നായികയാണ് കാമിത. അത് അതിനേക്കാൾ അത്ഭുതമാണ്. അത് വാതുറക്കുന്നത് മുഴുവൻ ഇസ്ലാമിനെ ചീത്ത പറയാനാണ്. ഇപ്പോൾ അവരും റമദാൻ സ്പെഷ്യലുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. റമദാനിൽ മുസ്ലിങ്ങൾ ആചരിക്കുന്നത്, മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന സത്കർമ്മങ്ങളൊക്കെ വെറും പൊള്ളയാണെന്നും അത് വെറും പട്ടിണി കിടക്കലാണെന്നും ഒക്കെ സമർത്ഥിക്കാനുള്ള ഡേ ടു ഡേ പരിപാടികളുമായിട്ടാണ് കാമിത സജീവമായി മുമ്പോട്ട് പോകുന്നത്. ഈ ഷഫീനയും അനിൽ മുഹമ്മദുമൊക്കെ ഈ സ്ത്രീയെ കാമിത എന്ന് വിളിക്കുന്നത് ഈ സ്ത്രീയുടെ കയ്യിലിരിപ്പ് കൊണ്ട്, ഈ സ്ത്രീ പടച്ചുവിടുന്ന കമ്പി വീഡിയോകൾ, അല്ലെങ്കിൽ വാ തുറന്നാൽ അതിൽ നിന്നും പുറത്തു വരുന്ന ജുഗുപ്സാവഹമായ വാക്കുകൾ, പിന്നെ അതിലുപരി സ്ഥിരം 3-4 കല്യാണം കഴിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന പ്രവൃത്തി, ഇതൊക്കെ വെച്ചിട്ട് ആണ് ഈ കാമിത എന്നുള്ള പേര് സത്യത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കാമിത എന്നുള്ള ഒരു വിളിപ്പേര് പോരാ, അതിനേക്കാൾ കുറെ കൂടി രൂക്ഷമായ ഒരു പേര് കണ്ടെത്തണം. കാരണം ഈ ജാമിത എന്നുള്ള വാക്കിന് കാമിത എന്ന വാക്ക് അറേബ്യയിൽ ഈജിപ്തിൽ നിലവിലുണ്ട്. ഈജിപ്തിന് അറബിയിൽ പറയുക മിസ്ർ എന്നാണ്. ഈ മിസ്രിലെ അറബി ഭാഷയിൽ മറ്റ് ദേശങ്ങളിലുള്ള ഭാഷയിൽ നിന്ന് കുറെ വ്യത്യാസമുണ്ട്. പല ആൽഫബറ്റുകളും പല അക്ഷരങ്ങളും അവിടുത്തെ കൊളോക്കിയൽ പ്രയോഗത്തിൽ വ്യത്യാസമുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അക്ഷരമാണ് ജ. ജ എന്നുള്ളത് അവർ ഗ
എന്നാണ് ഉച്ചരിക്കുക. എഴുതുന്നത് ജ എന്ന് തന്നെയാണ്, പക്ഷെ ഉച്ചരിക്കുന്നത് ഗ എന്നാണ്. ഇപ്പൊ ജമാൽ എന്നുള്ള പേര് ഗമാൽ എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. ഇപ്പോൾ ഗമാൽ അബ്ദുൽ നാസർ കേട്ടിട്ടുണ്ടാവും, ഈജിപ്തിന്റെ മുൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ പേര് നമ്മളൊക്കെ പറയുന്നത് ജമാൽ അബ്ദുൽ നാസർ എന്നാണ്, പക്ഷെ ഈജിപ്ഷ്യൻസ് പറയുന്ന അദ്ദേഹത്തെ കമാൽ അബ്ദുൽ നാസർ എന്നാണ്. അപ്പൊ ഈ കാമിത എന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്ക് തോന്നും, ഈ അറബി ഭാഷ കൂടുതൽ വശമുള്ളവർക്ക് തോന്നും, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ കൂടുതൽ പരിചയമുള്ളവർക്ക് തോന്നും ഇത് അത്ര ഒരു തെറ്റായ വാക്കൊന്നുമല്ല, ഇത് നല്ല വാക്കാണ്, നല്ല പേരാണ് എന്ന്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട മറ്റ് സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് പറയാനുള്ളത്, കുറച്ചുകൂടെ ജാമിദായുടെ സ്വഭാവം അനുസരിച്ച് പറ്റിയ ഒരു വാക്ക് നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ്. കാരണം അത്രത്തോളം മോശപ്പെട്ട കയ്യിലിരിപ്പാണ് ആ സ്ത്രീക്കുള്ളത്. അവരുടെ വായിൽ നിന്നും വരുന്ന മോശപ്പെട്ട വാക്കുകൾ വെറും കമ്പി വാക്കുകൾ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു പുതിയ പോലെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആരെങ്കിലും. ഇടയ്ക്ക് ഒരു ന്യൂസ് ബുള്ളറ്റിൻ പോലെ ചില വാർത്തകൾ വായിക്കുന്നത് പോലെയുള്ള ഒരു സാധനം, അതിനകത്ത് വായിക്കുന്ന കാര്യങ്ങൾ, അല്ലെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഈ ലോകത്ത് എവിടെ നടന്നതാണെന്ന് നമ്മൾ ഏത് തരത്തിൽ ഏതെല്ലാം മാർഗത്തിൽ അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് വാർത്താമാധ്യമങ്ങളായിട്ട്, പത്രങ്ങളായും ചാനലുകളുമായിട്ടും ഒക്കെ ധാരാളമുണ്ട്. ഇന്റർനാഷണൽ ചാനലുകളുണ്ട്, നമുക്ക് ലോക്കൽ ചാനലുകളുണ്ട്. അതിലൂടെയൊക്കെ ഓരോ അരമണിക്കൂറുകളിലും നമ്മൾ ഈ വാർത്താ ബുള്ളറ്റിനുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബുള്ളറ്റിനുകളിൽ ഒന്നും കേൾക്കാത്ത വാർത്തയാണ് ഈ കാമിത വായിക്കുന്നത്. അതിൽ ഈ കഴിഞ്ഞ ദിവസം കേട്ട ഒന്നാണ്, ഇനി മുതൽ ഈ മഫ്ത അണിയുന്ന സ്ത്രീകൾക്ക് ആധാർ കാർഡ് എടുക്കാൻ ബുദ്ധിമുട്ടാകും, മഫ്ത അണിയുന്നവരെ ആധാർ കാർഡ് എടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരും എന്ന്. ഒട്ടും വിവരമില്ലാത്ത ഈ സ്ത്രീയുടെ ചിന്ത പോയത് നോക്കണം. ഈ ലോകത്തെവിടെയും ഉള്ള നിയമം, ഒരു ID കാർഡിന് ഫോട്ടോ കൊടുക്കുമ്പോൾ അതിൽ മുഖവും കാതുകളും പൂർണ്ണമായി വെളിവാകുന്ന തരത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്നുള്ളത് ഒരു നിയമമാണ്. അതിന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ നിയമമല്ല, വർഷങ്ങളായി നിലനിൽക്കുന്ന നിയമമാണ്. ഏത് ID കാർഡിനും 2 കാതുകളും പുറത്തു കാണുന്ന തരത്തിൽ മുഖം പൂർണ്ണമായും വിവസ്ത്രമായ രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്നുള്ളത്. അങ്ങേയറ്റം സൗദി അറേബ്യയിൽ പോലും ആ തരത്തിലുള്ള നിയമമാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് ഏത് മഫ്ത അണിച്ച പെണ്ണും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ID കാർഡ് എടുക്കുന്നതിന് വേണ്ടി ക്യാമറയുടെ മുമ്പിൽ ചെന്ന് ഇരിക്കുന്നത് ഈ മുഖവും ചെവിയും എല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മഫ്ത അണിയുന്ന സ്ത്രീകൾക്ക് ആധാർ കാർഡ് കിട്ടില്ല എന്നവർ കണ്ടുപിടിച്ചത്? അത് എവിടെ നിന്ന് വന്ന ന്യൂസാണ്? അറിയില്ല. ഇതെല്ലാം സ്വയം അങ്ങ് സൃഷ്ടിച്ചു വിടുകയാണ്. ഇവർ പുറത്തുവിടുന്ന എല്ലാ ന്യൂസുകളും സ്വയം സൃഷ്ടിക്കപ്പെടുന്നതാണ്. അത്തരത്തിലുള്ള അപഹാസ്യമായ രീതികളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഈ തരത്തിലുള്ള, ഞാൻ പ്രധാനമായി ലക്ഷ്യം വെക്കുന്നത് ഈ പുണ്യ റംസാനിൽ അതിനെ അങ്ങേയറ്റം മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ ചെയ്തികളെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാകൂ. നിയമപരമായി തന്നെ പ്രതികരിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നാട്ടിലെ മുസ്ലിങ്ങൾ ഹിന്ദു മതത്തെ അവഹേളിച്ചുകൊണ്ട്, അല്ലെ ഹിന്ദുക്കളെ പേരെടുത്തു പറഞ്ഞ് അവഹേളിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തുകയോ ഒരു വീഡിയോ ഇറക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇവിടുത്തെ പോലീസ് കേസെടുക്കും.
അതുപോലെ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ തിരിച്ച് മുസ്ലിങ്ങളെ തെറി പറഞ്ഞുകൊണ്ടോ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രമാണമായ ഖുർആനെ അവഹേളിച്ചുകൊണ്ടോ അള്ളാഹുവിനെയും പ്രവാചകനെയും മോശപ്പെടുത്തിക്കൊണ്ടോ ഒരു പ്രസ്താവന നടത്തിയാൽ തീർച്ചയായും അവർക്കെതിരെയും കേസെടുക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ PC ജോർജിനെതിരെ ഉണ്ടായ കേസ്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. കുറ്റകരമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്, ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അതുകൊണ്ട് എല്ലാവരും അങ്ങ് പാകിസ്ഥാനിലേക്ക് പൊക്കോണം പറയാവുന്നതിന്റെ അങ്ങേ അറ്റമുള്ള ഒരു തെറ്റായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. ഒരു പക്ഷേ അതിലും അതിനപ്പുറവുമുള്ള വാക്കുകളല്ലേ ഇവരൊക്കെ പ്രയോഗിക്കും. ഈ ആരിഫ് ഹുസൈനും ഈ കാമിതയും ഒക്കെ പറയുന്നത്. പ്രവാചകനെ തെറി പറയുക, പ്രവാചകൻ വ്യഭിചാരിയാണെന്ന് പറയുക, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തെ കുറ്റപ്പെടുത്തുക, ദൈവത്തെ അവഹേളിക്കുക, ഇതൊക്കെയല്ലേ പരസ്യമായിട്ട് ചെയ്യുന്നത്. എന്താണ് പ്രത്യേകമായി ഇവരുടെ കയ്യിലുള്ളത്? ഇവരുടെ കയ്യിലുള്ളത് ഇവർക്കൊരു മുസ്ലിം നാമമുണ്ട് എന്ന് മാത്രം. അതായത് മുമ്പെങ്ങോ മുസ്ലിം ആയിരുന്നു. ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് പൂർണ്ണമായി അവർ പുറത്തു പോയി കഴിഞ്ഞു. അവരെ ആരും പുറത്താക്കിയതല്ല. അവർ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവർ പുറത്തുപോയി. അവശേഷിക്കുന്നത് അവരുടെ ഐഡന്റിറ്റിയായ പേര് മാത്രമാണ്. ആ പേരിൽ ഒരു പ്രസക്തിയും ഇല്ല എന്ന് ഇസ്ലാം തന്നെ പറയുന്നുണ്ട്. പേര് X or Y ഏതുമായിക്കോട്ടെ, ആ പേര് ഒരു പ്രശ്നമല്ല. ഒരു ശരിയായ ഇസ്ലാം മതവിശ്വാസിക്ക് X എന്ന് പേരിട്ടെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? അയാൾ മുസ്ലിം ആകത്തില്ലേ? ആകും. എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാം മതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തുപോയ ഒരാളിന് അയാളുടെ പഴയ പേരൊരു വാല് പോലെ അവിടെ കിടക്കുന്നെന്ന് വിചാരിച്ചിട്ട് അയാൾ മുസൽമാനാകുമോ? ഇല്ല. അപ്പോൾ ഈ PC ജോർജിനെതിരെ കേസെടുത്തതുപോലെയോ അതിനപ്പുറമോ ഉള്ള ഗൗരവമായ തരത്തിൽ ഇവരുടെയൊക്കെ പേരിൽ കേസെടുക്കേണ്ടതല്ലേ? ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതുപോലുള്ള കാലിക വിഷയങ്ങളുമായി നമുക്ക് ചർച്ച ചെയ്യാം. ഇനിയും ഈ നേർമുഖം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ലൈക്കും രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.